Hi all, welcome to Wings to Win Education. നാഷണൽ ഇൻകം അഥവാ ദേശീയ വരുമാനം. എന്താണ് നാഷണൽ ഇൻകം അല്ലെങ്കിൽ എന്താണ് ദേശീയ വരുമാനം? ആ ഒരു പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ദേശീയ വരുമാനം എന്ന് പറയുന്ന ആ ഒരു പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നാഷണൽ ഇൻകമാണ്, ദേശത്തിൻ്റെ വരുമാനമാണ്. ഒരു രാജ്യം ഒരു പീരീഡിൽ, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അക്യുമുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആകെ വരുമാനത്തെയാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറഞ്ഞാൽ ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം ഒരു നിശ്ചിത ടൈം പീരീഡിൽ, അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ആകെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തെയാണ് ദേശീയ വരുമാനം അല്ലെങ്കിൽ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. പണമൂല്യമാണ് അല്ലെ, മണി വാല്യൂ ആണ്, അഗ്രിഗേറ്റ് ഓഫ് ഓൾ മണി വാല്യൂസ്. അപ്പം ഒരു രാജ്യം ഒരു നിശ്ചിത ടൈം പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഫിനാൻഷ്യൽ ഇയർ ആണ്, ഒരു വർഷം എന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ ഒരു രാജ്യം ഒരു വർഷത്തെ ഒരു രാജ്യം ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ടോട്ടൽ പണമൂല്യത്തെയാണ് എന്ത് പറയുന്നത്? ദേശീയ വരുമാനം അല്ലെങ്കിൽ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ഇക്കോണമിയെ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? അഗ്രികൾച്ചറൽ സെക്ടർ അല്ലെങ്കിൽ പ്രൈമറി സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടർ, ടേഴ്ഷ്യറി സെക്ടർ ഓർ സർവീസ് സെക്ടർ. ഈ മൂന്ന് സെക്ടേഴ്സാണ് നമുക്ക് പ്രധാനമായിട്ടും ഉള്ളത്. ഈ മൂന്ന് സെക്ടേഴ്സിൽ നിന്നും ഒരു രാജ്യം നേടിയിട്ടുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം എടുക്കും. ഒരു വർഷം കൊണ്ട് അഗ്രികൾച്ചർ സെക്ടർ എന്തെല്ലാം സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിച്ചു, അതിൻ്റെ പണമൂല്യം എത്ര? ഒരു വർഷം കൊണ്ട് ഇൻഡസ്ട്രിയൽ സെക്ടർ അല്ലെങ്കിൽ നമ്മുടെ സെക്കൻഡറി സെക്ടർ എന്തുൽപ്പാദിപ്പിച്ചു, എന്തെല്ലാം സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിച്ചു, അതിൻ്റെ ആകെ പണമൂല്യം. അതുപോലെ തന്നെ ഒരു വർഷം കൊണ്ട് സർവീസ് സെക്ടർ എന്തെല്ലാം സേവനങ്ങൾ ഉൽപ്പാദിപ്പിച്ചു, അതിൻ്റെ ഒരു ആകെ പണമൂല്യം. ഇങ്ങനെ ഈ മൂന്ന് സെക്ടേഴ്സിൽ നിന്നും അവ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാഷണൽ ഇൻകത്തിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഒരു രാജ്യം ഒരു വർഷം കൊണ്ട് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യത്തെയാണ്, അഗ്രിഗേറ്റ് മണി വാല്യൂവിനെയാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. നാഷണൽ ഇൻകം പ്രധാനമായിട്ടും നാഷണൽ ഇൻകം കണക്കാക്കുന്നത് മൂന്ന് മേഖലകളിൽ നിന്നാണ്. ഏതൊക്കെയാണ്? അഗ്രികൾച്ചറൽ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ ആൻഡ് സർവീസ് സെക്ടർ. ഈ മൂന്ന് സെക്ടേഴ്സിൽ നിന്നും ഒരു വർഷം കൊണ്ട് ആ ഒരു രാജ്യത്തിന് എത്ര സമ്പാദിക്കാൻ കഴിഞ്ഞു, അതായത് ആ ഒരു മൂന്ന് സെക്ടേഴ്സും ആ ഒരു വർഷം ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ആകെ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ടോട്ടൽ മണി വാല്യൂ എടുത്തിട്ടാണ് എന്ത് കാണുന്നത്? നാഷണൽ ഇൻകം കാണുന്നത്. ഈ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് വളരെ വലിയൊരു കോൺസെപ്റ്റാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് നോക്കുന്നതിന് വേണ്ടിയിട്ട് പെർ ക്യാപിറ്റ ഇൻകം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ദേശീയ വരുമാനം കൊണ്ട് പല ഉദ്ദേശങ്ങളും ഒരു രാജ്യത്തിനുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ ഡെവലപ്മെൻറ്റ്, ഒരു രാജ്യം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പ്രധാനമായിട്ടും നോക്കുന്നത് എങ്ങോട്ടാണ്? നാഷണൽ ഇൻകത്തിലേക്കാണ്. ഒരു ഒറ്റ വ്യൂവിൽ നമുക്ക് രാജ്യം വളർച്ചയാണോ തളർച്ചയാണോ നേരിട്ടിട്ടുള്ളത് എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് നാഷണൽ ഇൻകത്തെയാണ് നമ്മൾ പ്രധാനമായിട്ടും കൺസിഡർ ചെയ്യുന്നത്. നാഷണൽ ഇൻകം കൂടിയാൽ അതിനർത്ഥം എന്താണ്? രാജ്യം മുന്നോട്ടാണ് പോകുന്നത്, രാജ്യം ഡെവലപ്മെൻറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു കോൺസെപ്റ്റും കൂടെ
നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഡെവലപ്മെൻറ്റ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. പക്ഷെ അതിന് അതിൻ്റേതായിട്ടുള്ള ചില പോരായ്മകളും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം പിന്നീട് വന്നിട്ടുള്ള എക്കണോമിസ്റ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതെല്ലാം യാഥാർത്ഥ്യവുമാണ്. പക്ഷെ എങ്കിൽ കൂടി നമ്മൾ പ്രധാനമായിട്ടും ഒരു നാഷണൽ ഇൻകം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് വളരെ വലിയൊരു പങ്കുണ്ട്. ഇനി നാഷണൽ ഇൻകത്തിൻ്റെ കീഴിൽ പല കോൺസെപ്റ്റുകൾ വരുന്നുണ്ട്. അതായത് നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ളതാണ് GDP എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ GNP ഉണ്ട്, GDP, GNP, NNP, NDP, അതുപോലെ തന്നെ നമ്മുടെ FCMP എന്ന് പറയുന്ന മാർക്കറ്റ് പ്രൈസും അതുപോലെ തന്നെ ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്ന FC, ഈ MPFC ഇവയൊക്കെ തമ്മിലുള്ള ഓരോ ബന്ധങ്ങൾ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. കാരണം നാഷണൽ ഇൻകം എന്ന് പറയുന്ന ഒരു വൈഡ് കോൺസെപ്റ്റിനേക്കാൾ ആ ഒരു കോൺസെപ്റ്റുകൾ എടുത്തിട്ടാണ് NTA എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് GDP, MP, GDP FC തരും, മറ്റു വാല്യൂസ് ഒക്കെ തന്നിട്ട് GDP MP കാണുക, GDP FC കാണുക, NNP കാണുക, NNP FC കാണുക, MP കാണുക, അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് കണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നാഷണൽ ഇൻകത്തിൽ പ്രധാനപ്പെട്ടിട്ടും പഠിക്കാനുള്ളത് ഇത്തരം കോൺസെപ്റ്റുകളാണ്. ഈ ഒരു കോൺസെപ്റ്റുകൾ തമ്മിലുള്ള ബന്ധവും നിങ്ങൾ പഠിച്ചു വെക്കണം. അത് ഏറ്റവും റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് GDPയും NNPയും NDPയും ഒക്കെ. അപ്പം ആ ഒരു റിലേഷൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു കോൺസെപ്റ്റിനെ നേരിടണം. ഇനി നമുക്ക് നാഷണൽ ഇൻകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺസെപ്റ്റുകളിലേക്ക് പോകാം. നാഷണൽ ഇൻകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കോൺസെപ്റ്റുകളാണ് GDPയും GNPയും. GDP എന്താണ്? GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അല്ലേ. GDPയുടെ എക്സ്പാൻഷൻ പല സമയത്തും ചോദിച്ചിട്ടുണ്ട്. പലർക്കും എക്സാം ഹാളിൽ എത്തിയാൽ മാറിപ്പോകുന്ന ഒരു കോൺസെപ്റ്റും കൂടിയാണ് GDP. അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ്. നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ എന്നൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഒരിക്കലും പ്രൊഡക്ഷൻ അല്ല, പ്രോഡക്റ്റ് ആണ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. GDP മീൻസ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. GNP മീൻസ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. അപ്പം ഡിയും എന്നും തമ്മിലാണ് മാറ്റം വരുന്നത് അല്ലേ. ഡി എന്ന് പറയുന്ന നമ്മുടെ ഡൊമസ്റ്റിക്കും എൻ എന്ന് പറയുന്ന നാഷണലും. അപ്പം GDPയും GNPയും ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റും ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റും എന്താണെന്ന് നോക്കാം. GDP നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് GDP എന്ന് പറയുന്ന ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. GDPനെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? GDP എന്ന് പറയുമ്പോൾ ഒരു രാജ്യം ഒരു വർഷത്തിൽ, ഒരു ഇക്കണോമിക് ഇയറിൽ ആ ഒരു രാജ്യത്തിൻ്റെ അകത്ത് നിന്നും ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ആകെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അഗ്രിഗേറ്റ് മണി വാല്യൂവിനെയാണ് GDP എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞു. നാഷണൽ ഇൻകം എന്തായിരുന്നു? അഗ്രിഗേറ്റ് മണി വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കൺട്രി അല്ലേ. അതാണ്. അതുപോലെ തന്നെ GDP എന്ന് പറയുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ആ പേരിൽ തന്നെ ഉണ്ട്, ഡൊമസ്റ്റിക് ആണ്. അതായത് ഒരു രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മണി വാല്യൂ ആണ് GDP എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിനകത്ത് എന്ന് പറയുമ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടാവാം? ഒരു രാജ്യം, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിനകത്ത് നമ്മൾ ഇന്ത്യക്കാരും അതുപോലെ തന്നെ പുറത്തു നിന്ന് വന്ന വിദേശികളും ഉണ്ടാവും. അപ്പോൾ ആ വിദേശികളും നമ്മൾ ഇന്ത്യക്കാരും എല്ലാം കൂടിയിട്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്തിനകത്ത് ആകെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മണി വാല്യൂവിനെയാണ് എന്ത് പറയുന്നത്? GDP അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിനകത്ത് ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള, ഒരു രാജ്യത്തിനകത്ത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അല്ലെങ്കിൽ ഒരു ഇക്കണോമിക് ഇയറിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മണി വാല്യൂ ആണ് എന്ത്? GDP എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ നാഷണൽസ് ഫോറിനേഴ്സ് എന്ന ഡിഫറൻസ് ഇല്ല. ഇന്ത്യക്കകത്ത് ആരെല്ലാം ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം ഏതിൽ വരും? GDPക്കകത്ത് വരും. ഡൊമസ്റ്റിക്കലി ആരെല്ലാം, അത് നാഷണൽസ് ആവട്ടെ, ഇന്ത്യൻസ് ആവട്ടെ, ഫോറിനേഴ്സ് ആവട്ടെ, ആരെല്ലാമാണോ ഇന്ത്യക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആ പ്രൊഡക്ഷൻ്റെ എല്ലാം മണി വാല്യൂവിനെ എവിടെ കൺസിഡർ ചെയ്യും? GDPയിൽ കൺസിഡർ ചെയ്യും. ഇനി വേറൊരു വ്യത്യാസം, ഗ്രോസ് GDPയും നെറ്റ് GDPയും ഉണ്ടാവാം അല്ലെ. ഗ്രോസും നെറ്റും തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും എന്താണ്? ഡിപ്രീസിയേഷൻ ആണ്. ഗ്രോസ് എന്ന് പറയുന്നത് ഒരു വൈഡ് കോൺസെപ്റ്റ് ആണ്. ഒരു അഗ്രിഗേറ്റ് കോൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഗ്രോസിൽ എന്ത് ഇൻക്ലൂഡഡ് ആണ്? ഡിപ്രീസിയേഷൻ ഇൻക്ലൂഡഡ് ആണ്. ഗ്രോസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ഡിപ്രീസിയേഷൻ ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ നെറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ എന്തുണ്ടാവില്ല? ഡിപ്രീസിയേഷൻ ഉണ്ടാവില്ല. നെറ്റ് എന്ന് പറയുന്ന
കോൺസെപ്റ്റിൽ ഡിപ്രീസിയേഷൻ ഉണ്ടാവില്ല. അപ്പം ഗ്രോസിൽ നിന്നും ഗ്രോസിൽ നിന്നും ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് കിട്ടും. അപ്പോൾ ഗ്രോസ് ജി ഡി പിയും നെറ്റ് ജി ഡി പിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഡിപ്രീസിയേഷൻ ആണ്. ഇനി നമുക്ക് GNP എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ GDP പറഞ്ഞു, ഒരു രാജ്യത്തിനകത്ത് എല്ലാവരും കൂടി ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മണി വാല്യൂ ആണ് GDP. പക്ഷെ GNP എന്ന് പറയുന്നത് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, നാഷണൽ ആണ് വരുന്നത്. നമ്മുടെ ഇന്ത്യക്കാർ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് ഇവിടെ വരിക, GNPയിൽ വരിക. അതായത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിനകത്ത് നമ്മുടെ ഇന്ത്യൻസ് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും GNPയിൽ ഇൻക്ലൂഡഡ് ആവും. പക്ഷെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിനകത്ത്, നമ്മുടെ ഇന്ത്യക്കകത്ത് ഫോറിനേഴ്സ് വന്നിട്ട് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് GNPയിൽ ഇൻക്ലൂഡഡ് ആവില്ല. മാത്രമല്ല ഇന്ത്യൻസ് ഫോറിൻ രാജ്യങ്ങളിൽ പോയിട്ട് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും എവിടെ ഇൻക്ലൂഡഡ് ആവും? GNPയിൽ ഇൻക്ലൂഡഡ് ആവും. അപ്പോൾ ലോകത്ത്, വേൾഡിൽ തന്നെ ഇന്ത്യക്കാർ, ഒരു ദേശത്തെ, നമ്മുടെ ഇന്ത്യയുടെ കോൺസെപ്റ്റ് എടുത്താൽ ഇന്ത്യൻസ് പോയിട്ട് എവിടെയെല്ലാം പോയിട്ട് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ അതിൻ്റെ എല്ലാം മണി വാല്യൂ എവിടെ വരും? GNPയിൽ വരും. പക്ഷെ GDPയിൽ എവിടെ വരും? ഇന്ത്യക്കകത്തുള്ളത്, ഇന്ത്യൻസും ഫോറിനേഴ്സും കൂടെ ഇന്ത്യക്കകത്ത് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളതാണ് എവിടെ വരും? GDPയിൽ വരും. പക്ഷെ അതേസമയം നമ്മുടെ ഇന്ത്യൻസ് ലോകത്ത് എവിടെ പോയിട്ടും ഇന്ത്യൻസ് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മണി വാല്യൂ ആണ് GNPയിൽ വരുന്നത്. പക്ഷെ ഇന്ത്യക്കകത്തുള്ള ഫോറിനേഴ്സിന്റെ പ്രൊഡക്ഷന്റെ മണി വാല്യൂ എവിടെ വരില്ല? GNPയിൽ വരില്ല. ഇന്ത്യക്കാരുടെ മാത്രം പ്രൊഡക്ഷനാണ് GNPയിൽ വരുന്നത്. പക്ഷെ ഇന്ത്യക്കകത്ത് അത് ആരാവട്ടെ, ഫോറിനേഴ്സ് ആവട്ടെ ഇന്ത്യൻസ് ആവട്ടെ, അവരുടെ പ്രൊഡക്ഷന്റെ മണി വാല്യൂ ആണ് ഇവിടെ വരുന്നത്, GDPയിൽ വരുന്നത്. അപ്പോൾ GDPയും GNPയും ഡിയും എന്നും തമ്മിലാണ് ഡിഫറൻസ് വരുന്നത് അല്ലേ? ഈ ഡിയും ഈ എന്നും തമ്മിലാണ് ഇവിടെ ഡിഫറൻസ് വരുന്നത്, GDP GNP എന്നുള്ളത് വരുന്നത്. അതായത് ഒന്ന് ഡൊമസ്റ്റിക് ആണ്, മറ്റൊന്ന് നാഷണൽ ആണ്. ഈ എന്നും ഡിയും തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും എന്താണ്? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആണ്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആണ്. GDPന്റെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കൂട്ടിയാൽ എന്ത് കിട്ടി? GNP കിട്ടി. അപ്പോൾ നാഷണൽ എന്ന് പറയുന്നത് ഒരു വൈഡ് കോൺസെപ്റ്റ് ആണ്. ഡൊമസ്റ്റിക് എന്ന് പറയുന്നത് നാഷണലിനേക്കാൾ ചെറുതാണ് അല്ലേ? ഡൊമസ്റ്റിക് ചെറുതാണ്, നാഷണൽ വലുതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ ഡൊമസ്റ്റിക്കിന്റെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം എബ്രോഡ് കൂട്ടിയാൽ എന്ത് കിട്ടും? GNP കിട്ടി. അപ്പോൾ GNPയിൽ നിന്നും നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് മൈനസ് ചെയ്താൽ എന്തും കിട്ടും? GDPയും കിട്ടും. അപ്പോൾ വലുത് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് വലുത് മീൻസ് നാഷണലും ഡൊമസ്റ്റിക്കും, അതിൽ വലുത് ഏതാണ്? നാഷണൽ ആണ്. അപ്പോൾ നാഷണൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക്കിന്റെ കൂടെ എന്ത് കൂട്ടണം? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കൂട്ടണം. ഇവിടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയാൻ എന്താ കാരണം? നെറ്റ് ഫാക്ടർ, നമ്മുടെ ഫാക്ടർ ഫ്രം എബ്രോഡ്, ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറഞ്ഞാൽ വിദേശത്ത് നമ്മൾ ഇൻകം ആണ്. പക്ഷെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്കകത്തെ നമ്മുടെ ഇന്ത്യൻസ് മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള സാധന സേവനങ്ങളുടെ മണി വാല്യൂവിൽ നിന്നും ഇന്ത്യക്കകത്ത് ഫോറിനേഴ്സ് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള സാധന സേവനങ്ങളുടെ മണി വാല്യൂ എന്ത് ചെയ്യേണ്ടതുണ്ട്? മൈനസ് ചെയ്യേണ്ടതുണ്ട്, ഡിഡക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുന്നത്. അപ്പം ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുന്നത് വിദേശികൾ ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യൻസ് എന്ത് ചെയ്യും? വിദേശ രാജ്യങ്ങളിൽ പോയിട്ട്, ഇപ്പം US, UAE, സൗദി അറേബ്യ ഇതുപോലുള്ള രാജ്യങ്ങളിൽ പോയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ത്യൻസ് ഇത്തരം രാജ്യങ്ങളിൽ പോയി പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ടോട്ടൽ മണി വാല്യൂ എടുക്കുന്നു. അതിൽ നിന്നും എന്ത് മൈനസ് ചെയ്യണം? ഇന്ത്യക്കകത്ത് ഇപ്പോൾ US, UAE അതുപോലെ തന്നെ നമ്മുടെ സൗദി അറേബ്യൻസ്, മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരൊക്കെ ഇന്ത്യയിൽ വന്നിട്ട് ജോലി ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള സാധന സേവനങ്ങളുടെ പണമൂല്യത്തെ നമ്മൾ ഇന്ത്യൻസ് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള പണമൂല്യത്തിൽ നിന്നും മൈനസ് ചെയ്ത് കിട്ടുന്നതാണ് എന്ത്? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. അതായത് ഇന്ത്യൻസിനെ മാത്രം എവിടെ കൺസിഡർ ചെയ്യൂ? GNPയിൽ കൺസിഡർ ചെയ്യും. ലോകത്തിന്റെ എവിടെയും നമ്മുടെ ഇന്ത്യൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മണി വാല്യൂവിനെയാണ് എവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ? GNPയിൽ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ GDPന്റെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കൂട്ടിയാൽ GNP കിട്ടും. GNP എന്ന് പറയുന്നത് വൈഡ് കോൺസെപ്റ്റ് ആണ്. നാഷണൽ എന്ന് പറയുന്ന ഒരു വൈഡ് കോൺസെപ്റ്റ് ആണ്. ഈ വൈഡ് കോൺസെപ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് എന്ന് പറയുന്ന ഒരു
നേരോ ആയിട്ടുള്ള കോൺസെപ്റ്റിന്റെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കൂട്ടണം. ഇനി GNPയും നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡും തന്നിട്ടുണ്ട്. GDP ആണ് കാണണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ വലിയ കോൺസെപ്റ്റിൽ നിന്നും ഈ ഒരു നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡിനെ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? GDP കിട്ടും. അതാണ്. അപ്പോൾ GNP എന്ന് പറയുന്നത് നാഷണൽ ഏൺ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ GDP എന്ന് പറയുന്നത് ഇന്ത്യക്കകത്ത് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൽ മാത്രം എവിടെ നിൽക്കും? ഒതുങ്ങി നിൽക്കും. പക്ഷെ നാഷണൽ എന്ന് പറയുമ്പോൾ ഇന്ത്യക്കകത്തും പുറത്തും എല്ലാതും വരുന്നതാണ് എന്ത്? GNP എന്ന് പറയുന്നത്. പക്ഷെ ഫോറിനേഴ്സിന്റെ അല്ല, ഫോറിനേഴ്സിന്റെ മാത്രം ഇംഗത്തെ അവിടെ നിന്ന് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഡിഡക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി നമ്മൾ പറഞ്ഞ പോലെ തന്നെ GDP എന്ന് പറയുന്നത് ഡൊമസ്റ്റിക്കലി ഉള്ള ഒരു കോൺസെപ്റ്റ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ GDP എന്ന് പറയുന്നത് നെറ്റ് ഇൻകം ഫ്രം എബ്രോഡിനെ എന്ത് ചെയ്യാണ്? ഇഗ്നോർ ചെയ്യാണ് ചെയ്യുന്നത്. GDP നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡിനെ ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡിനെ എന്ത് ചെയ്യുന്നില്ല? കൺസിഡർ ചെയ്യുന്നില്ല. ദെൻ GNP എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇന്ത്യൻ്റെ GNP എന്ന് പറയുന്നത് എങ്ങനെയാണ്? GNPനെയും GDPനെയും എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താം എന്നുള്ളത് നോക്കാം. മാർക്കറ്റ് വാല്യൂ ഓഫ് ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മുടെ ഡൊമസ്റ്റിക്കലി GNP എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഡൊമസ്റ്റിക്കലി ഒരു രാജ്യം പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മാർക്കറ്റ് വാല്യൂ, ആ ഒരു മാർക്കറ്റ് വാല്യൂ എടുക്കും. അതിനോട് കൂടെ എന്ത് ചെയ്യണം? ഇൻകംസ് ഏൺഡ് ബൈ ദി നാഷണൽസ് ഇൻ ഫോറിൻ കൺട്രീസ് ആഡ് ചെയ്യണം. നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻസ് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള പ്രൊഡക്ഷന്റെ മണി വാല്യൂ അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ എടുത്തിട്ട് അതിനോട് കൂടെ ഇന്ത്യയിലെ ജനങ്ങൾ ആ ഒരു വർഷം വേറെ എവിടെയെങ്കിലും പോയിട്ട് സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉൽപ്പാദനത്തിന്റെ മണി വാല്യൂവിലേക്ക് ആഡ് ചെയ്യണം. ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്ത മണി വാല്യൂവിലേക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് അതിൽ നിന്നും എന്ത് ലെസ് ചെയ്യണം? വിദേശികൾ ആരെങ്കിലും വന്നിട്ട് ആ ഒരു വർഷം, ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ, ആ ഒരു ഇക്കണോമിക് ഇയറിൽ ഇന്ത്യയിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിൽ സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മണി വാല്യൂ ഇതിൽ നിന്നും മൈനസ് ചെയ്യണം. അപ്പം ഇൻകംസ് ഏൺഡ് ബൈ ദി നാഷണൽസ് ഇൻ ഫോറിൻ കൺട്രീസ് മൈനസ് ഇൻകംസ് ഏൺഡ് ഇൻ ദി കൺട്രി ബൈ ഫോറിനേഴ്സ്. അതിനെ നമ്മൾ ഒരു ടേം ആയിട്ട് പറയുന്നതാണ് എന്ത്? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ വിദേശികൾ നമ്മുടെ രാജ്യത്ത് വന്നിട്ട് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ മാർക്കറ്റ് വാല്യൂവിനെ ഇതിൽ നിന്നും മൈനസ് ചെയ്യണം. നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ മാർക്കറ്റ് വാല്യൂവിനെ നമ്മുടെ ദേശീയ വരുമാനത്തിലേക്ക് ആഡ് ചെയ്യുകയും വേണം. അപ്പോൾ അതെന്തായിട്ട് മാറി? GNP ആയിട്ട് മാറി. ഇനി GDP എങ്ങനെയാണ്? മാർക്കറ്റ് വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദി കൺട്രി. നമ്മുടെ രാജ്യത്തിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ സാധന സേവനങ്ങളുടെയും മാർക്കറ്റ് വാല്യൂ. അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? ഇൻകംസ് ഏൺഡ് ഇൻ ദി കൺട്രി ബൈ ഫോറിനേഴ്സ്. ഇന്ത്യക്കകത്ത് ഫോറിനേഴ്സ് എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻകം എന്തിലേക്ക് ആഡ് ചെയ്യണം? ഈ മാർക്കറ്റ് വാല്യൂവിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ദെൻ മൈനസ് ഇൻകംസ് റിസീവ്ഡ് ബൈ റെസിഡൻസ് നാഷണൽസ് ഫ്രം എബ്രോഡ്. എബ്രോഡിൽ നിന്ന് നമ്മുടെ രാജ്യത്തിൽ ആരെങ്കിലും എബ്രോഡിൽ പോയിട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഇൻകം ഏതിൽ നിന്നും മൈനസ് ചെയ്യും? ഈ ഒരു GDPയിൽ നിന്നും മൈനസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും അല്ലേ? GNP എന്ന് പറയുന്നത് ഇന്ത്യൻസിന്റെ കാര്യത്തിൽ, ഇന്ത്യൻസ് എവിടെയൊക്കെ ജോലി ചെയ്യുന്നുണ്ടോ അവരുടെയൊക്കെ വരുമാനം എവിടെ കൂട്ടണം? GNPയിൽ എടുക്കണം. പക്ഷെ GDP ആവട്ടെ എന്താണ്? ഇന്ത്യക്കകത്ത് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ഇന്ത്യക്കകത്ത് ആരെല്ലാം ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് അവരുടെ മണി വാല്യൂ ഇതിലേക്ക് ആഡ് ചെയ്യണം? ഈ ഒരു നാഷണൽ ഇൻകത്തിലേക്ക് ആഡ് ചെയ്യും. അതാണ് GDP എന്ന് പറയുന്നത്. അപ്പോൾ GDPയും GNPയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ഡിയും എന്നും ആണ് അല്ലേ? നോക്കിയാൽ തന്നെ നമുക്കറിയാം GNP, GDP, എന്നും ഡിയും ആണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആണ്. എന്താണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. GDP, GNP എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആവുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ സപ്പോസ് ഒരു ഇന്ത്യൻ ഡോക്ടർ, ഇന്ത്യൻ നാഷണൽ ആണ്, ഇന്ത്യയുടെ സിറ്റിസൺഷിപ്പ് ഉള്ള ഇന്ത്യൻ നാഷണൽ ആയിട്ടുള്ള ഒരു ഡോക്ടർ എന്ത് ചെയ്യാണ്? താൽക്കാലികമായിട്ട് US എന്ന് പറയുന്ന നാഷനിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ആരാണ്? ഇന്ത്യൻ നാഷണൽ ആയിട്ടുള്ള ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഉള്ള ഒരു ഡോക്ടറാണ്. അദ്ദേഹം എങ്ങോട്ട് പോവുകയാണ്? ടെമ്പററിലി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് US പോവുകയാണ്.
അദ്ദേഹം 1 വർഷം അവിടെ വർക്ക് ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിന് കിട്ടിയ ഇൻകം എന്ന് പറയുന്നത് US-ൽ നിന്നും അദ്ദേഹം ഏൺ ചെയ്തിട്ടുള്ള ഇൻകം എന്ന് പറയുന്നത് ആരുടെ പാർട്ടായിരിക്കും? GDP കോൺസെപ്റ്റിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അത് US GDP-യിലാണ് എന്ത് ചെയ്യുക, അത് രേഖപ്പെടുത്തുക. US GDP-യിലാണ് അത് റെക്കോർഡ് ചെയ്യുക. പക്ഷെ ഇന്ത്യൻ GDP-യുടെ പാർട്ടായിട്ട് എന്ത് വരില്ല? ഇന്ത്യൻ ഡോക്ടർ US-ൽ പോയിട്ട് നേടിയിട്ടുള്ള ഇൻകം എന്ന് പറയുന്നത് ഒരിക്കലും ഇന്ത്യയുടെ GDP-യിൽ വരില്ല. പക്ഷെ അത് എവിടെ വരൂ? US-ന്റെ GDP-യിൽ വരും. ഇനി നമ്മൾ GNP-ന്റെ സെൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, GNP കോൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഡോക്ടർ US-ൽ പോയിട്ട് നേടിയിട്ടുള്ള ഇൻകം GNP ബേസ് എടുക്കുമ്പോൾ എവിടെ വരും? ഇന്ത്യയുടെ GNP-യിൽ വരും. പക്ഷേ US-ന്റെ GNP-യിൽ അത് വരില്ല. കാരണം ഇന്ത്യനെ സംബന്ധിച്ചത് നെറ്റ് ഇൻകം ഫ്രം എബ്രോഡ് ആണ്. അത് എങ്ങോട്ട് വരും? നമ്മുടെ ഇന്ത്യയിലേക്ക് ആഡ് ചെയ്യപ്പെടും. പക്ഷെ US-നെ സംബന്ധിച്ച് അത് ഫോറിനേഴ്സിൻ്റെ അവരുടെ ഒരു ഫോറിനറുടെ ഇൻകമാണ്. അപ്പോൾ ഒരിക്കലും അത് അവരുടെ GNP-യിൽ വരില്ല. അപ്പം ഇന്ത്യൻ ഡോക്ടർ US എന്ന് പറയുന്ന ഒരു നാഷനിൽ പോയിട്ട് ടെമ്പററിലി വർക്ക് ചെയ്യാണ്. അപ്പം അവർക്ക് ആ ഒരു വർക്കിന് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് എവിടെ വരും? US-ന്റെ GDP-യിൽ വരും. പക്ഷെ ഇന്ത്യയുടെ GDP-യിൽ വരില്ല. പക്ഷെ GNP-യിൽ എവിടെയായിരിക്കും? ഇന്ത്യൻ്റെ GNP-യിലായിരിക്കും വരിക. US-ന്റെ GNP-യിൽ അത് വരില്ല. ഇതാണ് GDP-യും GNP-യും തമ്മിലുള്ള ഡിഫറൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു GDP എന്ന് പറയുന്ന കോൺസെപ്റ്റും GNP എന്ന് പറയുന്ന കോൺസെപ്റ്റും. അപ്പം ഇതെല്ലാം നമുക്ക് മാർക്കറ്റ് പ്രൈസിലും ഫാക്ടർ കോസ്റ്റിലും അനലൈസ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് അങ്ങനെ വന്ന് കണ്ടിട്ടുമുണ്ട്. അപ്പം എന്താണ് GDP മാർക്കറ്റ് പ്രൈസിൽ എങ്ങനെയാണ്, ഫാക്ടർ കോസ്റ്റിൽ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കറിയാം നാഷണൽ ഇൻകം എന്ന് പറയുന്നത് എന്താണ്? പ്രൊഡക്ഷൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ മാർക്കറ്റ് പ്രൈസ് GDP എന്ന് പറയുന്നത്. അപ്പം പ്രൊഡക്ഷൻ, ഒരു രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ടോട്ടൽ പ്രൊഡക്ഷൻ്റെ മണി വാല്യൂവിനെയാണ് GDP ആയിട്ട് കണക്കാക്കുന്നത്. അപ്പം ഈ GDP-നെ നമുക്ക് 2 സെൻസിൽ അനലൈസ് ചെയ്യാൻ കഴിയും. ഫസ്റ്റ് വൺ മാർക്കറ്റ് പ്രൈസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഫാക്ടർ കോസ്റ്റ്. എന്താണ് മാർക്കറ്റ് പ്രൈസിലും ഫാക്ടർ കോസ്റ്റും എന്ന് നോക്കാം. നമ്മൾ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഒരിക്കലും ആ ഒരു കോസ്റ്റ് മാത്രമല്ല പ്രൈസ് ആയിട്ട് വരുന്നത്. എക്സാമ്പിളായിട്ട് ഇപ്പം 5 രൂപ പേനയ്ക്ക് ഈടാക്കുമ്പോൾ ആ ഒരു പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 5 അല്ല, അതിൽ കുറവായിരിക്കും. കാരണം ടാക്സോ സബ്സിഡിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രൈസിലേക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യപ്പെടും. എക്സാമ്പിളായിട്ട് 5 രൂപൻ്റെ ഒരു പേനയാണെന്ന് വെച്ചോ. ഈ 5 രൂപൻ്റെ പേനയ്ക്ക് ഗവൺമെൻറ് 1 രൂപ ടാക്സ് ഈടാക്കിയാൽ അത് പ്രൈസിൽ, ആ ഒരു പേനയുടെ പ്രൈസിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. ആണല്ലോ, അതിലൊരു ഡൗട്ടും ഇല്ല അല്ലേ. അപ്പം ഒരു സാധനത്തിൻ്റെ ആക്ച്വൽ പ്രൈസ് 5 റുപ്പീസ് ആണെന്ന് വെച്ചോ. ഈ ഒരു 5 റുപ്പീസിൻ്റെ പേനയ്ക്ക് ഗവൺമെൻറ് എന്ത് ചെയ്യാണ്? 1 രൂപ ടാക്സ് ആയിട്ട് ഇമ്പോസ് ചെയ്യാണ്. അപ്പോൾ എന്ത് ചെയ്യും? പേനയുടെ പ്രൈസ് റൈസ് ചെയ്യും അല്ലേ, ഗോപ്പ് ചെയ്യും. എത്രയായിട്ട്? 6 രൂപയായിട്ട് പ്രൈസ് റൈസ് ചെയ്യും. അതാണ് ടാക്സ് ഈടാക്കുമ്പോൾ ഒരു സാധനത്തിൻ്റെ പ്രൈസ് എന്ത് ചെയ്യും? മൂവിങ് അപ്പായിരിക്കും. ദെൻ സബ്സിഡി ആണെങ്കിൽ ടാക്സിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റാണ് വരിക. സബ്സിഡി ആണെന്നുണ്ടെങ്കിൽ 5 രൂപയുടെ പേനയ്ക്ക് 1 രൂപ സബ്സിഡി ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്താൽ എന്താവും? അത് 4 റുപ്പീസ് ആയിട്ട് അതിൻ്റെ പ്രൈസ് കുറയും. ഇതാണ്. അപ്പോൾ GDP-യുടെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഈ ടാക്സും സബ്സിഡിയും അഡ്ജസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അതായത് അഡ്ജസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണെന്ന് പറയാനാവില്ല, ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം സബ്സിഡിയുടെയും ടാക്സിൻ്റെയും ഇഫക്റ്റ് എവിടെ റിഫ്ലക്റ്റ് ചെയ്യും? നമ്മുടെ മാർക്കറ്റ് പ്രൈസിൽ റിഫ്ലക്റ്റ് ചെയ്യും. പക്ഷേ ഫാക്ടർ കോസ്റ്റിൽ എന്ത് റിഫ്ലക്റ്റ് ചെയ്യില്ല? ഈ ഒരു സബ്സിഡിയുടെയും ടാക്സിൻ്റെയും ഒന്നും ഇഫക്റ്റ് എവിടെ റിഫ്ലക്റ്റ് ചെയ്യപ്പെടില്ല? നമ്മുടെ ഫാക്ടർ കോസ്റ്റിൽ റിഫ്ലക്റ്റ് ചെയ്യപ്പെടില്ല, FCയിൽ റിഫ്ലക്റ്റ് ചെയ്യപ്പെടില്ല. മാർക്കറ്റ് പ്രൈസിലായിരിക്കും എന്ത് റിഫ്ലക്റ്റ് ചെയ്യപ്പെടുക? ടാക്സിൻ്റെയും സബ്സിഡിയുടെയും ഇഫക്റ്റ് റിഫ്ലക്റ്റ് ചെയ്യപ്പെടുക. അതുകൊണ്ട് തന്നെ നമുക്ക് ആക്ച്വൽ GDP അല്ലെങ്കിൽ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ്റെ വാല്യൂ ആണ്. ടാക്സിനെയോ സബ്സിഡിയെയോ എവിടെ കണക്കാക്കാൻ പറ്റില്ല? നമ്മുടെ നാഷണൽ ഇൻകത്തിൽ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ MP-നെ നമുക്ക് ആക്ച്വൽ പ്രൊഡക്ഷൻ വാല്യൂ ആയിട്ട് കാണാനാവില്ല. കാരണം അവിടെ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും? ടാക്സ് ഉണ്ടെങ്കിൽ അത് ഇൻക്ലൂഡഡ് ആയിരിക്കും, സബ്സിഡീസ് ഉണ്ടെങ്കിൽ അത് ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ അതൊരിക്കലും എന്താവില്ല? പ്രൊഡക്ഷൻ്റെ വാല്യൂ ആയിരിക്കില്ല.
അപ്പം അതുകൊണ്ട് തന്നെ ആക്ച്വൽ പ്രൊഡക്ഷൻ്റെ വാല്യൂ ആയിരിക്കില്ല മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് പ്രൈസിനെ നമുക്ക് എന്താക്കി മാറ്റണം, ഫാക്ടറി കോസ്റ്റ് ആക്കിയിട്ട് മാറ്റണം. ഈ മാർക്കറ്റ് പ്രൈസിൽ ഈ ടാക്സിനെയും അതുപോലെ തന്നെ സബ്സിഡിനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യപ്പെട്ടിട്ടാണ് എന്ത് കാണുന്നത്, ഫാക്ടറി കോസ്റ്റ് കാണുന്നത്. ഇപ്പോൾ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് നമുക്ക് ആക്ച്വൽ നാഷണൽ ഇൻകം എന്നുള്ള കണക്കിൽ കൺസിഡർ ചെയ്യാനാവില്ല. കാരണം അതിൽ എന്തെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവും, ഇൻഡയറക്റ്റ് ടാക്സസ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവും, സബ്സിഡീസ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവും. അപ്പം GDP മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഇൻഡയറക്റ്റ് ടാക്സസിനെ മൈനസ് ചെയ്യുകയും സബ്സിഡീസിനെ ആഡ് ചെയ്യുകയും വേണം. അപ്പോഴാണ് എന്ത് കിട്ടുക, ഫാക്ടറി കോസ്റ്റ് കിട്ടുക, GDP അറ്റ് ഫാക്ടറി കോസ്റ്റ് കിട്ടുക. GDP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഇൻഡയറക്റ്റ് ടാക്സസ് മൈനസ് ചെയ്യുകയും സബ്സിഡീസ് ആഡ് ചെയ്യുകയും വേണം. അപ്പോഴാണ് എന്ത് കിട്ടുന്നത്, GDP അറ്റ് ഫാക്ടറി കോസ്റ്റ് കിട്ടുന്നത്. ഈ ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്നും സബ്സിഡീസ് മൈനസ് ചെയ്താൽ നമുക്ക് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്ന ഒരു വൺ കോൺസെപ്റ്റ് ആയിട്ട് നമുക്ക് ഒരു ഒറ്റ പദമായിട്ട് നമുക്ക് എഴുതാം. അതായത് ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്നും എന്ത് മൈനസ് ചെയ്യുക, സബ്സിഡീസ് മൈനസ് ചെയ്യുക. എന്നിട്ട് എന്തിലേക്ക് ആഡ് ചെയ്യുക, GDP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ആ ഇൻഡയറക്റ്റ് ടാക്സിനെ മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ കിട്ടും. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു കാറാണ്, ഇൻഡിക്ക കാർ എന്ന് പറയുന്ന ഈ ഒരു ഇൻഡിക്ക കാറിൻ്റെ മേലെ ഗവൺമെൻറ് എന്ത് ചെയ്യാണ്, എക്സൈസ് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യാണ് ചെയ്യുന്നത്. എത്രയാണ് എക്സൈസ് ഡ്യൂട്ടി വരുന്നത്, 0.5 lakh ആണ് എന്ത് ചെയ്യുന്നത്, എക്സൈസ് ഡ്യൂട്ടി ആയിട്ട് ഇമ്പോസ് ചെയ്യുന്നത്. ദെൻ അതിൽ 2.75 ആയിട്ട് അതിൻ്റെ പ്രൈസ് എന്ത് ചെയ്യാണ്, ഗോ അപ്പ് ചെയ്യാണ് ചെയ്യുന്നത്, ഗോസ് അപ്പ് ടു 2.75 lakh. അപ്പം ആ സമയത്ത് ആക്ച്വൽ പ്രൈസ് 2.75 lakh ആണെന്ന് പറയാൻ പറ്റുമോ, ഇത് മാർക്കറ്റ് പ്രൈസ് ആണ്. കാരണം ഈടാക്കിയ ടാക്സ് ആണത്, ടാക്സ് റിഫ്ലക്ട് ചെയ്തിട്ടുള്ള പ്രൈസാണ് 2.75 എന്ന് പറയുന്നത്. ആക്ച്വലി അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എത്രയേ ഉള്ളൂ, 2.70 ഉള്ളൂ. അപ്പം അതിൽ നിന്ന് എന്ത് ചെയ്യണം, 0.5 lakh എന്ത് ചെയ്യപ്പെടേണ്ടതുണ്ട്, മൈനസ് ചെയ്യപ്പെടേണ്ടതുണ്ട്, ഡിഡക്ട് ചെയ്യപ്പെടേണ്ടതുണ്ട്. അങ്ങനെ ഡിഡക്ട് ചെയ്യെങ്കിൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, നമ്മുടെ ആക്ച്വൽ പ്രൊഡക്ഷൻ വാല്യൂ നമുക്ക് കിട്ടും. അപ്പം ഇൻഡയറക്റ്റ് ടാക്സിനെ എക്സ്ക്ലൂഡ് ചെയ്യുകയും ഇൻക്ലൂഡ് ചെയ്യുകയും ഒക്കെ ചെയ്യും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യപ്പെട്ടിട്ടേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ആക്ച്വൽ നാഷണൽ ഇൻകം കിട്ടും. അതുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റ് ടാക്സസിനെയും അതുപോലെ തന്നെ സബ്സിഡീസിനെയും ഒക്കെ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും ഫാക്ടറി കോസ്റ്റ് വരുന്നത്. പക്ഷേ മാർക്കറ്റ് പ്രൈസിൻ്റെ കേസസിൽ അവിടെ ടാക്സസ് ഇൻക്ലൂഡഡ് ആയിരിക്കും, സബ്സിഡീസ് ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എന്ത് കാണുന്നത്, കോസ്റ്റ് കാണുന്നത്. ഓക്കെ, സബ്സിഡീസ് ഹാവ് ദി ഓപ്പോസിറ്റ് ഇഫക്റ്റ് ഓഫ് ടാക്സസ് അല്ലേ. സബ്സിഡീസ് എന്ന് പറയുന്നത് എന്താണ്, ടാക്സസിൻ്റെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രൈസ് ഗോസ് അപ്പ് ചെയ്തു, എപ്പോൾ ടാക്സ് ഇമ്പോസ് ചെയ്തപ്പോൾ ഒരു ഗുഡിൻ്റെ പ്രൈസ് എന്ത് ചെയ്തു, ഗോസ് അപ്പ് ആയിരുന്നു. ദെൻ എന്തായിരിക്കും, ഗോ ഡൗൺ ആയിരിക്കും എപ്പോൾ വരിക, നമ്മുടെ സബ്സിഡിയാണ് ഇമ്പോസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യും, കുറയും. അപ്പം ഇതിനൊക്കെ ഇതിൽ റിഫ്ലക്ട് ചെയ്യപ്പെടേണ്ടതുണ്ട്, നാഷണൽ ഇൻകത്തിൽ കാണിക്കേണ്ടതുണ്ട്. കാരണം ടാക്സസിൻ്റെയും സബ്സിഡിയുടെയും വാല്യൂ ആർക്ക് ആവശ്യമില്ല, നാഷണൽ ഇൻകത്തിൽ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നാഷണൽ ഇൻകം കാണുമ്പോൾ ഈ ഒരു ഇൻഡയറക്റ്റ് ടാക്സസിനെയും സബ്സിഡിനെയും എന്ത് ചെയ്യപ്പെടേണ്ടതുണ്ട്, ഡിഡക്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇനി നാഷണൽ ഇൻകം എങ്ങനെയാണ് കാണുന്നത്, NNP മൈനസ് ടാക്സ് പ്ലസ് സബ്സിഡിയാണ് വരുന്നത്. NNPയുടെ കൂടെ നെറ്റ് നാഷണൽ ഇൻകത്തിൻ്റെ കൂടെ, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ആണെന്ത് NNP എന്ന് പറയുന്നത്. NNPയുടെ കൂടെ എന്ത് ആഡ് ചെയ്യണം, സബ്സിഡി ആഡ് ചെയ്യുകയും ഇൻഡയറക്റ്റ് ടാക്സിനെ മൈനസ് ചെയ്യുകയും വേണം. അപ്പോഴാണ് നാഷണൽ ഇൻകം കിട്ടുന്നത്. നാഷണൽ ഇൻകം എന്ന് പറയുന്നത്, ആക്ച്വൽ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് NNPFC ആണ് കേട്ടോ. അപ്പം ആക്ച്വൽ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് NNPFC ആണ്. NNPFC എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും, നാഷണൽ ഇൻകം NNPMPയിൽ നിന്നും ഇൻഡയറക്റ്റ് ടാക്സസ് മൈനസ് ചെയ്യുകയും സബ്സിഡീസ് ആഡ് ചെയ്യുകയും വേണം. ഈ കോൺസെപ്റ്റൊക്കെ നമ്മളിനി ഒറ്റതായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ നമ്മൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആവും കേട്ടോ. ഇനി നാഷണൽ ഇൻകം നമുക്ക് മറ്റൊരു രീതിയിലും കാണാം, GNP വെച്ചിട്ടും കാണാം. അപ്പോൾ നമ്മൾ പറഞ്ഞ NNP വെച്ചിട്ടാണ് ടാക്സ് മൈനസ് ചെയ്യുന്നു, സബ്സിഡീസ് ആഡ് ചെയ്യുന്നു, അങ്ങനെ കിട്ടി. ഇനി GNP വെച്ചിട്ടാണെങ്കിലോ എപ്പോഴും ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കണം. NNP GNP എവിടെയാണ്, ലാസ്റ്റ് P സെയിം ആണ്, ദെൻ അതിൻ്റെ Pയുടെ മുമ്പുള്ള N രണ്ടും സെയിം ആണ്, ഇതിൻ്റെ മുന്നിൽ ഇവിടെ N ആണ്, ഇവിടെ G ആണ്. എന്താണ്, നെറ്റ് നാഷണൽ ഇൻകം, നെറ്റ് നാഷണൽ പ്രോഡക്റ്റും ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റുമാണ്. നെറ്റും ഗ്രോസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, നെറ്റും ഗ്രോസും തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും
ഡിപ്രീസിയേഷൻ ആണ്. അപ്പോൾ ഗ്രോസിൽ എന്ത് ഇൻക്ലൂഡഡ് ആണ്? ഡിപ്രീസിയേഷൻ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഗ്രോസിൽ നിന്നും ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താൽ ഇതെന്താവും? നെറ്റ് ആവും. അപ്പോൾ GNPയിൽ നിന്നും ഡിപ്രീസിയേഷൻ പോയാൽ NNP ആവും. അപ്പം GNP മൈനസ് ഡിപ്രീസിയേഷൻ NNP ആയില്ലേ. പിന്നെ എന്ത് ചെയ്താൽ മതി? ടാക്സ് മൈനസ് ചെയ്യുന്നു, സബ്സിഡീസ് ആഡ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഈ കോൺസെപ്റ്റുകൾ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് നമുക്കിനി പഠിക്കാം. ഇതാണ് MP-യും FC-യും തമ്മിലുള്ള ഡിഫറൻസസ്. ഓക്കെ, നാഷണൽ ഇൻകത്തിൻ്റെ മറ്റൊരു കോൺസെപ്റ്റാണ് NNP എന്ന് പറയുന്നത്. NNP, വാട്ട് ഈസ് NNP? നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ആണ് എന്ത്? NNP എന്ന് പറയുന്നത്. നമുക്കറിയാം GDPയിൽ നിന്നും ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആയിട്ടുള്ള NDP കിട്ടും അല്ലേ. GDPയിൽ നിന്നും ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താൽ NDP അല്ലെങ്കിൽ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കിട്ടും. That is GDP minus depreciation is equal to NDP. ഈ NDPയിൽ നിന്നും NDPയിലേക്ക് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? NNP കിട്ടുന്നത്. അപ്പം NDPയുടെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, കാരണം D എന്ന് പറയുന്നത് ഡൊമസ്റ്റിക്കലി ആണ്, N എന്ന് പറയുന്നത് നാഷണലി ആണ് അല്ലേ. നാഷണൽ എന്ന് പറയുന്നത് ഒരു വൈഡ് കോൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് NDPയിലേക്ക് എന്തോ ഒന്ന് കൂട്ടിയാലാണ് എന്ത് കിട്ടുന്നത്? NNP കിട്ടുന്നത്. അപ്പോൾ എന്താണ് ഡിയും എന്നും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ നാഷണലും ഡൊമസ്റ്റിക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആണ്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് NDPയിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? NNP, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് കിട്ടും. ഈ NNPയെ എന്താണ് അറിയപ്പെടുന്നത്? നാഷണൽ ഇൻകം ആയിട്ട് കണക്കാക്കുന്നുണ്ട്. ആക്ച്വൽ നാഷണൽ ഇൻകം എന്താണ്? NNP FC ആണ്. NNP ഫാക്ടർ കോസ്റ്റിൽ നമ്മൾ കാണുന്ന NNP ആണ് റിയൽ നാഷണൽ ഇൻകം ആയിട്ട് കണക്കാക്കുന്നത്. പക്ഷെ നമ്മുടെ പല സെൻസിലും നമുക്ക് നാഷണൽ ഇൻകം കാണാം. അതിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു മെഷർമെൻ്റ് ആയിട്ട് നാഷണൽ ഇൻകത്തിൻ്റെ നല്ലൊരു കോൺസെപ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ഏതാണ്? NNP FC ആണ്. അപ്പം ആക്ച്വൽ നാഷണൽ ഇൻകം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതണം? NNP FC ആണെന്ന് എഴുതണം. ഓക്കെ, ഇനി NNP മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനെ രണ്ടായിട്ട് തന്നെ കാണേണ്ടതുണ്ട്. എന്താണ്? ഗ്രോസ് ഇൻവെസ്റ്റ്മെൻ്റ് എന്നും നെറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് എന്നും. ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റും നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും. സംശയമൊന്നുമില്ല, എപ്പോഴും ഗ്രോസും നെറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഡിപ്രീസിയേഷൻ ആണ്. അത് ഇൻവെസ്റ്റ്മെൻറ്റിലാകട്ടെ പ്രോഡക്റ്റിലാവട്ടെ എന്ത് കേസിലാവട്ടെ നെറ്റും ഗ്രോസും തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും എന്തായിരിക്കും? ഡിപ്രീസിയേഷൻ ആയിരിക്കും. ഗ്രോസിൽ എന്ത് ഇൻക്ലൂഡഡ് ആണ്? ഡിപ്രീസിയേഷൻ ഇൻക്ലൂഡഡ് ആണ്. നമുക്കറിയാം ഗ്രോസ് നെറ്റ്, ഇതിൽ വൈഡ് കോൺസെപ്റ്റ് ഏതാണ്? ഗ്രോസ് ആണ് അല്ലേ. നെറ്റ് എന്ന് പറയുന്നത് അറ്റം എന്നർത്ഥം വരുന്ന അല്ലെങ്കിൽ ചെറുത് അല്ലെ, ചെറുതാണ് നെറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രോസിൽ ഡിപ്രീസിയേഷൻ ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ നെറ്റ് ഗ്രോസ് തന്നാൽ നെറ്റ് കാണണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? ഗ്രോസിൽ നിന്നും ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഡിഡക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ്. എങ്ങനെ കാണും? നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഈക്വൽ ടു ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് മൈനസ് ഡിപ്രീസിയേഷൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടും. ഇനി GNP, C+IC+G+X-M. ഈ IC എന്ന് പറയുന്ന അല്ലെങ്കിൽ IG എന്ന് പറയുന്ന എന്താണ്? ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. GNPയിൽ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിൽ എന്താണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ആഡഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് GNPയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അതേസമയം NNPയിലോ സെയിം ആണ്, പക്ഷെ ഇവിടെ എന്ത് മാറ്റിയുള്ളൂ? IN ആണ്, നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് ഈ ഇൻവെസ്റ്റ്മെന്റിൽ എന്തില്ല? ഡിപ്രീസിയേഷൻ ഇല്ല. ഇതാണ് GNPയും NNPയും. GNPയിൽ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് ആണ് എടുക്കുന്നത്, അതേസമയം NNPയിൽ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് എടുക്കുന്നത്. ഇവ രണ്ടും തമ്മിലുള്ള മാറ്റം എത്രയുള്ളൂ? ഡിപ്രീസിയേഷൻ. Gയും Nഉം അല്ലെ, Gയും Nഉം തമ്മിലുള്ള മാറ്റം എന്താണ്? ഗ്രോസും നെറ്റും തമ്മിലുള്ള മാറ്റം എന്താണ്? ഡിഫറൻസ് എന്താണ്? ഓൺലി ഡിപ്രീസിയേഷൻ. അപ്പോൾ ഗ്രോസ് തന്നാൽ നെറ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യണം. നെറ്റ് തന്നിട്ടുണ്ട്, ഡിപ്രീസിയേഷനും തന്നിട്ടുണ്ട്. ഇനി ഗ്രോസ് കാണാൻ എന്ത് ചെയ്യണം? നെറ്റിലേക്ക് ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യണം. ഇനി നോക്കാം, NNP is equal to, നമുക്ക് മറ്റൊരു വിധത്തിൽ NNP കാണാൻ പറ്റും. എങ്ങനെയാണ്? GNP മൈനസ് ഡിപ്രീസിയേഷൻ. GNPയിൽ നിന്നും ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ NDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ഇവിടെ നെറ്റ് നാഷണൽ പ്രോഡക്റ്റും നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റും ഇവ രണ്ടും നോക്കുക, തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ മിഡിലിൽ വരുന്ന Nനും
ഡിക്കും മാത്രമേ മാറ്റുള്ളൂ അല്ലേ. അതെന്താണ്? നെറ്റ് നാഷണൽ ആണൊന്ന്, മറ്റൊന്ന് ഡൊമസ്റ്റിക് ആണ്. നാഷണലും ഡൊമസ്റ്റിക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഡിഫറൻസ് എന്താണ്? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആണ്. നമുക്കറിയാം നാഷണൽ എന്ന് പറയുന്നത് വൈഡ് കോൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഡിന്റെ കൂടെ ഡൊമസ്റ്റിക്കിന്റെ കൂടെ എന്തോ ഒന്ന് ആഡ് ചെയ്യുമ്പോഴാണ് എന്താവുന്നത്? നാഷണൽ ആവുന്നത്. ഇനി എന്നും ഡിയും തമ്മിലുള്ള വ്യത്യാസം, നാഷണലും ഡിയും ഡൊമസ്റ്റിക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആണ്. നാഷണൽ ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന്റെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് കിട്ടുന്നത്. ഇനി NNP ആണ് നമ്മൾ പറഞ്ഞു ആക്ച്വൽ നാഷണൽ ഇൻകം അല്ലെങ്കിൽ ബെറ്റർ മെഷർമെന്റ് ഓഫ് നാഷണൽ ഇൻകം ആയിട്ട് കണക്കാക്കുന്നത് NNP ആണ്. പക്ഷെ പല സമയങ്ങളിലും നമ്മൾ NNPയെ അവോയ്ഡ് ചെയ്തിട്ട് GNPക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കാറുള്ളത്. ആക്ച്വലി GNP ആണ് നമ്മൾ മോസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കൂടി NNPയെ ആണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെഷറായിട്ട് കരുതുന്നത്. ഓക്കെ, ഇതാണ് NNP. ഇനി നോക്കാം നമ്മൾ ഈ ഇത്രയും ഫാക്ടേഴ്സ് എങ്ങനെ കണ്ട്. GNP-FC എന്താണ്? GNP-MP മൈനസ് ഇൻഡയറക്റ്റ് ടാക്സസ് പ്ലസ് സബ്സിഡി ആണ്. GDP എങ്ങനെ കിട്ടും? GDP കിട്ടണമെന്നുണ്ടെങ്കിൽ GNPയിൽ നിന്നും നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് മൈനസ് ചെയ്താൽ മതി. കാരണം ഡിയും എന്നും തമ്മിലുള്ള വ്യത്യാസം നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആണ്. NNP കിട്ടണമെന്നുണ്ടെങ്കിൽ GNP തന്നിട്ടുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താൽ മതി. കാരണം ഇവിടെ ഒരു വ്യത്യാസമേ ഉള്ളൂ, ജിയും എന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എപ്പോഴും ഡിപ്രീസിയേഷൻ ആണ്. ദെൻ NNP-MP ഈസ് ഈക്വൽ ടു GNP-MP മൈനസ് ഡിപ്രീസിയേഷൻ അല്ലേ. ജിയും എന്നും ആണ് വ്യത്യാസം. ദെൻ NNP-FC എങ്ങനെയാണ്? NNP-MP മൈനസ് ഇൻഡയറക്റ്റ് ടാക്സസ് പ്ലസ് സബ്സിഡീസ് ആണ്. GNP-MP മൈനസ് ഡിപ്രീസിയേഷൻ മൈനസ് ഇൻഡയറക്റ്റ് ടാക്സസ് പ്ലസ് സബ്സിഡി എന്നും കാണാം. എന്തിനെ കാണാൻ ഉപയോഗിക്കുന്നുണ്ട്? NNP-FCയെ കാണാൻ ഉപയോഗിക്കുന്നുണ്ട്. NNP-FC ഈസ് ഈക്വൽ ടു NDP-MP മൈനസ് ഇൻഡയറക്റ്റ് ടാക്സസ് പ്ലസ് സബ്സിഡി. ഇതൊന്ന് നോക്കാം, നിങ്ങൾക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ കഴിയും. 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ? ഇവിടെ നോക്കാം. ആദ്യം മനസ്സിലാക്കുക, GDPയും GNPയും അല്ലെ എന്തിനെ മാറ്റുള്ളൂ? മിഡിലിൽ വരുന്ന ഡിയും എന്നും തമ്മിലുള്ള, ഒന്ന് ഡൊമസ്റ്റിക് ആണ്, മറ്റൊന്ന് നാഷണൽ ആണ് അല്ലെ. ഇവിടെ ഏറ്റവും വലിയ കോൺസെപ്റ്റ് ഏതാണ്? GNP ആണ് അല്ലെ. അത് മനസ്സിലാക്കുക. GDP ഡൊമസ്റ്റിക് നാഷണൽ ഏതാണ് വലുത്? ഓഫ് കോഴ്സ് നാഷണൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ GNP ആണ് വലുത്. ഇനി NDP NNP ഇതെന്താണ്? എവിടെയാണ് വ്യത്യാസം? ഇതുപോലെ തന്നെ ഡൊമസ്റ്റിക്കും നാഷണലും ഏതായിരിക്കും വലുത്? NNP ആയിരിക്കും വലുത് അല്ലെ. ഇനി ഇവിടെ നോക്കുക, MP-FC FCയിലും ഏറ്റവും വലുത് ഏതാ? MP ആണ്. കാരണം അവിടെ ഇൻഡയറക്റ്റ് ടാക്സസും സബ്സിഡിയസും എല്ലാം കൂടിയതാണ് ഇത് MP എന്ന് പറയുന്നത്. FC ആവുമ്പോൾ ഇതെല്ലാം മൈനസ് ചെയ്തിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഈ 3 കാര്യങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ മതി. MP-യും FC-യും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? MP-യും FC-യും തമ്മിലുള്ള ഡിഫറൻസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. മറക്കാണ്ടിരിക്കുക, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ് എന്ത്? MP-യും FC-യും തമ്മിലുള്ള വ്യത്യാസം. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്നും സബ്സിഡി മൈനസ് ചെയ്തിട്ടുള്ളതാണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്നും സബ്സിഡി മൈനസ് ചെയ്തിട്ടുള്ളതാണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ് MP-യും FC-യും തമ്മിലുള്ള ഡിഫറൻസ് കാണിക്കുന്നത്. ദെൻ ഗ്രോസും നെറ്റും അല്ലെ. ഈ ഗ്രോസും ഈ നെറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. എന്താണ് ഗ്രോസും നെറ്റും തമ്മിലുള്ള ഡിഫറൻസ്? എപ്പോഴും ഡിപ്രീസിയേഷൻ ആണ്. ഗ്രോസും നെറ്റും തമ്മിലുള്ള ഡിഫറൻസ് ഡിപ്രീസിയേഷൻ ആണ്. നാഷണലും ഡൊമസ്റ്റിക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആണ്. നാഷണലും ഡൊമസ്റ്റിക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആണ്. നോക്കുക, ഇതിൽ നെറ്റും ഗ്രോസും കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഗ്രോസ് ആണ് വലുത്. അതുകൊണ്ട് നെറ്റിന്റെ കൂടെ ഡിപ്രീസിയേഷൻ ആഡ് ചെയ്താലാണ് എന്ത് കിട്ടുന്നത്? ഗ്രോസ് കിട്ടുന്നത്. ഇനി MP-യും FC-യും തമ്മിലുള്ള വ്യത്യാസം നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. MP തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ FC കാണണം. അതുകൊണ്ട് MP-യിൽ നിന്നും നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് ചെയ്യണം. കാരണം MP ആണ് വലുത്. അപ്പം FC കിട്ടണമെന്നുണ്ടെങ്കിൽ MP-യിൽ നിന്നും എന്തോ മൈനസ് ചെയ്താൽ മതി. MP കിട്ടണമെന്നുണ്ടെങ്കിൽ FC-യിൽ നിന്നും നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് ചെയ്താൽ മതി. നിങ്ങൾ ഇത് 3 മനസ്സിലാക്കുക. MP-യും FC-യും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഗ്രോസും നെറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? നാഷണലും ഡൊമസ്റ്റിക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്?
എന്നിട്ട് വലുത് ഇതിൽ നിന്നൊക്കെ വലുത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതാണോ ഡിഫറൻസ് അതിൽ ആ ഒരു ചെറുതിൻ്റെ കൂടെ ആ ഒരു ഡിഫറൻസിനെ ആഡ് ചെയ്യണം. ഇനി ചെറുതാണ് കിട്ടേണ്ടത് എന്നുണ്ടെങ്കിൽ വലുതിൽ നിന്നും ചെറുത് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അങ്ങനെ ഇത്ര കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുള്ളൂ. പ്രധാനമായിട്ടും ഈ 3 കാര്യങ്ങൾ ചെയ്താൽ മതി. ഇനി ഇവിടെ നോക്കുക, GDPയും NDPയും അല്ലെ, ഈ GDPയും ഇവിടെ NDPയും എന്താണ് ഡിഫറൻസ്? എന്താണ്? GDP NDP. ഫസ്റ്റ് ജിയും എന്നും മാത്രമേ മാറ്റുള്ളൂ. ഒന്ന് ഗ്രോസ് ആണ്, ഒന്ന് നെറ്റാണ് അല്ലെ. ഗ്രോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നെറ്റിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യേണ്ടി വരും? ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യേണ്ടി വരും. ഇനി ഗ്രോസ് ആണ് കിട്ടേണ്ടത് ഗ്രോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നെറ്റിൻ്റെ കൂടെ ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യണം. ഇനി നെറ്റാണ് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ ഗ്രോസിൽ നിന്നും ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യണം. ഇനി ഇവിടെ നോക്കുക, GDPയും NNPയും എന്താണ്? GDPയും NNPയും 2 വ്യത്യാസങ്ങളുണ്ട്. ഫസ്റ്റ് ജിയും എന്നും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട് അല്ലേ. GDP NNP തന്നിട്ടുണ്ട്, GDP ആണ് കാണേണ്ടത്. എന്താണ്? ഫസ്റ്റ് ജിയും എന്നും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഗ്രോസ് ആണ് വലുത്, നെറ്റ് ചെറുതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഗ്രോസും നെറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഡിപ്രീസിയേഷൻ. അപ്പോൾ NNPയുടെ കൂടെ ആദ്യം ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യും. അപ്പോൾ NNPയുടെ കൂടെ ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യുമ്പോൾ NNP എന്തായിട്ട് മാറും? GNP ആയിട്ട് മാറും. പിന്നെ എന്താ ഡിഫറൻസ് ഉള്ളൂ? ഡിയും എന്നും തമ്മിലുള്ള ഡിഫറൻസേ ഉള്ളൂ. ഈ ഡിയും എന്നും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഡൊമസ്റ്റിക്കും നാഷണലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആണ്. GNP ആണ് നമുക്ക് നമ്മുടെ കയ്യിലുള്ളത്. GDP ആണ് നമുക്ക് കിട്ടേണ്ടത്. GNP എന്ന് പറഞ്ഞാൽ നാഷണൽ അല്ലെ, നാഷണൽ ആണ് വലുത്, ഡൊമസ്റ്റിക് ആണ് ചെറുത്. അപ്പോൾ നാഷണലിൽ നിന്നും എന്ത് മൈനസ് ചെയ്യേണ്ടി വരും? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് മൈനസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതാണ് എന്ത് നമ്മുടെ നാഷണൽ ഇൻകത്തിൻ്റെ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ നമ്മൾ ഈ ലാസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങളും പഠിച്ചു വെക്കുക. ഇവ തമ്മിലുള്ള ഡിഫറൻസസ് മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങൾ കിട്ടിയാൽ നിങ്ങൾക്ക് NDA നിങ്ങളോട് ഏത് ഭാഗത്തു നിന്ന് എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഈ ഒരു പാർട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് വെക്കുക. നാഷണൽ ഇൻകവുമായി ചേർന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കോൺസെപ്റ്റാണ് പേഴ്സണൽ ഇൻകം. എന്താണ് പേഴ്സണൽ ഇൻകം? നമുക്കറിയാം, നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും ഓരോ പേഴ്സൻ്റെയും ഇൻകത്തിൻ്റെ ഒരു ടോട്ടലാണ്, ഒരു കൂട്ടമാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലേ. ഒരു വർഷം ഒരു രാജ്യം ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ആകെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ടോട്ടൽ പണമൂല്യമാണ് എന്ത്? നാഷണൽ ഇൻകം അല്ലെങ്കിൽ ദേശീയ വരുമാനം. അപ്പോൾ ഓരോ വ്യക്തികളുടെയും ഇൻകത്തിൻ്റെ ടോട്ടൽ അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ആണെന്ത്? നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ പേഴ്സണൽ ഇൻകം കൂടിയതാണെന്ത്? നാഷണൽ ഇൻകം. പക്ഷേ നമുക്ക് ഈ ഒരു നാഷണൽ ഇൻകത്തിൻ്റെ സമാനമായിട്ടുള്ള ഒരു ഇൻകം, ആ ഒരു ഇൻകം എല്ലാവർക്കും കിട്ടുന്നുണ്ട്, ഏൺ ചെയ്യുന്നുണ്ടെന്ന് പറയാനാവില്ല. കാരണം നമ്മൾ നേടിയെടുത്തിട്ടുള്ള ഇൻകത്തിൽ നിന്നും എന്താണ്? ടാക്സസ്, പല വിധത്തിലുള്ള ടാക്സസ്, കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കേണ്ടി വരും. പ്രോഫിറ്റ് സ്ഥാപനങ്ങളാണെങ്കിൽ അവർക്ക് കോർപ്പറേറ്റ് ടാക്സ്, പ്രോഫിറ്റ് ടാക്സ് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ പല സെക്യൂരിറ്റി ടാക്സസ് ഉണ്ട്, നമ്മുടെ ഇൻഷുറൻസ് പോലുള്ള, പ്രൊവിഡൻറ്റ് ഫണ്ട് പോലുള്ള, പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് ഉണ്ട്. ഇത്തരത്തിലുള്ള പല ടാക്സസും പല ചെലവുകളും പിന്നീട് വരുന്നുണ്ട്. അപ്പോൾ നാഷണൽ ഇൻകം വീതിച്ചു നൽകുന്ന ഓരോ ഇൻകവും ഓരോ വ്യക്തിക്കും കിട്ടിയിട്ടുണ്ട് എന്ന് പറയാനാവില്ല. നാഷണൽ ഇൻകത്തിൽ ഓരോ വ്യക്തികൾക്കും എത്രയാണ് ഇൻകം, ആ ഇൻകമാണ് പേഴ്സണൽ ഇൻകം എന്നുള്ളത് പറയാനാവില്ല. കാരണം ടാക്സസ് പോലുള്ള, ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് പോലുള്ള പേയ്മെൻറ്റ്സ് അവിടെ വരുന്നു. അതുകൊണ്ട് തന്നെ പേഴ്സണൽ ഇൻകം മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലുള്ള പ്രോഫിറ്റ് ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, അതുപോലെ തന്നെ സെക്യൂരിറ്റി ടാക്സ്, ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ്, ഇതിലെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തേണ്ടതുണ്ട്. ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമാണ് എന്ത് കണക്കാക്കുന്നത്? പേഴ്സണൽ ഇൻകം കണക്കാക്കുന്നത്. അപ്പോൾ പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്, പേഴ്സണൽ ഇൻകം കാണണമെന്നുണ്ടെങ്കിൽ PI ഈസ് ഈക്വൽ ടു നാഷണൽ ഇൻകം മൈനസ്, നാഷണൽ ഇൻകത്തിൽ നിന്ന് എന്തെല്ലാം മൈനസ് ചെയ്യേണ്ടതുണ്ട്? കോർപ്പറേറ്റ് ടാക്സ് മൈനസ് ചെയ്യേണ്ടതുണ്ട്, പ്രോഫിറ്റ് ടാക്സ് മൈനസ് ചെയ്യേണ്ടതുണ്ട്, സെക്യൂരിറ്റി ടാക്സ് മൈനസ് ചെയ്യേണ്ടതുണ്ട്. ഇവ 3ഉം എന്ത് ചെയ്യേണ്ടതുണ്ട്? നാഷണൽ ഇൻകത്തിൽ നിന്നും മൈനസ് ചെയ്യേണ്ടതുണ്ട്. ട്രാൻസ്ഫർ പേയ്മെൻറ്റിന് നാഷണൽ ഇൻകത്തേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. ട്രാൻസ്ഫർ പേയ്മെൻറ്റ് എന്താ? ഗവൺമെൻറ്റിൻ്റെ ഭാഗം എന്തെങ്കിലും ഗിഫ്റ്റോ റിവാർഡ് പോലുള്ള കാര്യങ്ങളാണ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നാഷണൽ ഇൻകത്തിൻ്റെ കൂടെ ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ആഡ് ചെയ്യണം. ബാക്കി വരുന്ന ടാക്സസ്, പേഴ്സണൽ ടാക്സസ് ആകട്ടെ, കോർപ്പറേറ്റ് ടാക്സസ് ആകട്ടെ, പ്രോഫിറ്റ് ടാക്സസ് ആവട്ടെ, സെക്യൂരിറ്റി ടാക്സസ് ആവട്ടെ, ഇവയെല്ലാം നാഷണൽ ഇൻകത്തിൽ നിന്നും മൈനസ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇനി മറ്റൊരു കോൺസെപ്റ്റും കൂടെ, പേഴ്സണൽ ഇൻകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ GNP
GNPയിൽ നിന്നും ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താൽ നമുക്ക് NNP കിട്ടും. NNPയിൽ നിന്നും ടാക്സ് മൈനസ് ചെയ്ത് സബ്സിഡി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് NNPFC അല്ലെങ്കിൽ ആക്ച്വൽ നാഷണൽ ഇൻകം കിട്ടും. ഈ നാഷണൽ ഇൻകത്തിൽ നിന്നും എങ്ങനെയാണ് എന്ത് കിട്ടുന്നത്? പേഴ്സണൽ ഇൻകം കിട്ടുന്നത്. പേഴ്സണൽ ഇൻകം നാഷണൽ ഇൻകത്തിൽ നിന്നും ഈ പറയുന്ന ടാക്സസ് അല്ലേ, കോർപ്പറേറ്റ് ടാക്സ് ആവട്ടെ, പ്രോഫിറ്റ് ടാക്സും അതുപോലെ തന്നെ സെക്യൂരിറ്റി ടാക്സ് മൈനസ് ചെയ്യണം, പ്ലസ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ആഡ് ചെയ്യണം. അപ്പോൾ PI അല്ലെങ്കിൽ പേഴ്സണൽ ഇൻകം കിട്ടും. ഇനി ഈ പേഴ്സണൽ ഇൻകത്തിൽ നിന്നും നമ്മുടെ ഡയറക്റ്റ് ടാക്സസ് മൈനസ് ചെയ്താൽ ഡിസ്പോസബിൾ ഇൻകം കിട്ടും. ഡയറക്റ്റ് ടാക്സസ് പേഴ്സണൽ ഇൻകത്തിൽ നിന്നും ഡയറക്റ്റ് ടാക്സസ് ഇൻകം ടാക്സ് പോലുള്ള ടാക്സസ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? DI കിട്ടും. ഈ DIയിൽ നിന്നും സേവിങ്സ് മൈനസ് ചെയ്താൽ നമ്മുടെ കൺസംഷൻ കിട്ടും. എങ്ങനെയാണ്? GNPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താൽ NNP കിട്ടും. NNPയിൽ നിന്നും ഈ NNP എന്ന് പറയുന്നത് NNP MP ആയിരിക്കും കേട്ടോ. ഇത് NNP MP ആണ്. MP-യും FC-നെയും മെൻഷൻ ചെയ്യാതെ NNP മാത്രമാണ് നൽകിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് MP ആയിരിക്കും. അതുപോലെ GDP ആണ് നൽകിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് GDP MP ആയിരിക്കും. NDP ആണ് നൽകിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് NDP MP ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ FCയെയും MP-യെയും മെൻഷൻ ചെയ്യാതെ നമ്മൾക്ക് വെറും ആ ഒരു ടേം മാത്രം NNP, GNP, GDP അങ്ങനെയാണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് MP ആയിരിക്കും. അപ്പോൾ GNPയിൽ നിന്നും ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താൽ NNP കിട്ടും. NNPയിൽ നിന്നും ടാക്സ് മൈനസ് ചെയ്തിട്ട് സബ്സിഡീസ് ആഡ് ചെയ്യുമ്പോൾ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കിട്ടും. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സിൽ നാഷണൽ ഇൻകം കിട്ടും. നാഷണൽ ഇൻകത്തിൽ നിന്നും ടാക്സസ് മൈനസ് ചെയ്തിട്ട് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ പേഴ്സണൽ ഇൻകം കിട്ടും. ഈ പേഴ്സണൽ ഇൻകത്തിൽ നിന്നും നമ്മുടെ ഡയറക്റ്റ് ടാക്സസ് മൈനസ് ചെയ്യുമ്പോൾ ഡിസ്പോസബിൾ ഇൻകം കിട്ടും. ഡിസ്പോസബിൾ ഇൻകത്തിൽ നിന്നും സേവിങ്സ് മൈനസ് ചെയ്യുമ്പോൾ കൺസംഷൻ കിട്ടും. ഇതാണെന്ത്? നാഷണൽ ഇൻകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേഴ്സണൽ ഇൻകം, ഡിസ്പോസബിൾ ഇൻകം, കൺസംഷൻ ഇവ കാണുന്നത്. ഇത് പഠിച്ചു വെക്കുക. പല സമയത്തും NTA ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോസിനും ക്ലാസ്സസിനുമായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഡിമാൻഡും നിങ്ങളുടെ കറക്ഷൻസും സജഷൻസും ഒക്കെ മെസ്സേജ് ത്രൂ എന്നെ അറിയിക്കുക. താങ്ക് യു ഫോർ ലേണിംഗ് വൺസ് അഗൈൻ.